അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ? ശരീരഭാഷയിലൂടെ അതെങ്ങനെ മനസ്സിലാക്കാം? പ്രണയത്തിലെ ശരീരഭാഷാ വസ്തുതകൾ. അടുത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് വ്യക്തിഗത ഇടത്തിൽ നിന്ന്. കാലുകളുടെ വിഭാഗത്തിൽ ഇത് നേരിട്ട് ഇൻറ്റിമേറ്റ് സോണിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നമ്മൾക്ക് പ്രിയപ്പെട്ട ആളുകൾ. ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് സുഹൃത്തുക്കൾ പലപ്പോഴും വളരെ അടുത്തു നിൽക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർ വെറും സുഹൃത്തുക്കളെക്കാൾ വൈകാരികമായി കൂടുതൽ അടുപ്പം ഉള്ളവരാണെന്നാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്ത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയാൽ അവൾ നിങ്ങളോട് ചായുകയും നിങ്ങളോട് ഉരസുകയും ചെയ്യുന്നുവെങ്കിൽ ഇതെല്ലാം അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളോട് പ്രണയബന്ധം ഉണ്ടോ എന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവരോട് അടുത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നത് ഒരു നല്ല സാങ്കേതികതയാണ്. പ്രത്യേകിച്ചും അത് സ്വാഭാവികമായി തോന്നിയേക്കാം. നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും തനിച്ചായിരിക്കുമ്പോൾ ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഒരു ഷോപ്പിംഗ് മാൾ, നിങ്ങളുടെ സ്വന്തം കിടപ്പുമുറി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എവിടെയായിരുന്നാലും, എന്നാൽ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഇല്ലാതെ. ഫോണിലോ ലാപ്ടോപ്പിലോ എന്തെങ്കിലും കാണിക്കുന്നത് പോലെയുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് അവളോട് അല്ലെങ്കിൽ അവനോട് നിങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അവൾ അല്ലെങ്കിൽ അവൻ അടുത്ത അകലം പാലിക്കുന്നുണ്ടോ അതോ മാറാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. അവർ അടുത്തു നിൽക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു വാഗ്ദാനമായ അടയാളമാണ്. പലപ്പോഴും സ്പർശിക്കുന്നു. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ സ്പർശിക്കാൻ വിവിധ അവസരങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. കുത്തുക, കളിയായ തള്ളൽ, നിങ്ങളുടെ നെക്ലസ് അല്ലെങ്കിൽ വാച്ച് പരിശോധിക്കുക, തമാശ പറഞ്ഞതിനു ശേഷം നിങ്ങളുടെ മുട്ടിലോ കയ്യിലോ തൊടുക, മുറിയിലൂടെ നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ പുറകിലൊരു കൈവയ്ക്കൽ, മറ്റ് സമാന സ്വഭാവങ്ങൾ എന്നിവ പോലുള്ള കാര്യങ്ങളാകാം ഇത്. ഈ സ്പർശനങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അവ ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളോട് മാത്രമാണോ ഇതുപോലെ പെരുമാറുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മാത്രമാണെങ്കിൽ ഒരു നല്ല അടയാളമാണ്. നിങ്ങൾ മാത്രമല്ല എങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾ മറ്റ് സൂചനകൾക്കായി തിരയണം. അതിനാൽ ഇത് സ്വാഭാവികമായും ലജ്ജാശീലരായ പെൺകുട്ടികളുമായോ കുറച്ച് ശാരീരികമായി ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നവരുമായോ ഉള്ള ഒരു പ്രധാന സൂചകമാണ്. ഉറപ്പിച്ച വസ്ത്രങ്ങൾ. ആരെങ്കിലും നിങ്ങളുടെ വസ്ത്രങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ അത് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നതിനോ ഉള്ള ഒരു അടയാളമാണ്. ഇതിന് പ്രീനിങ്, സാങ്കൽപ്പിക ഫ്ലഫ് ബ്രഷ് ചെയ്യൽ, നിങ്ങളുടെ ബ്രേസ്ലെറ്റ് പുനഃക്രമീകരിക്കൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രതീകാത്മകമായത് എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ ഉണ്ടാകാം. പുരുഷന്റെ ടൈ ശരിയാക്കുന്ന സ്ത്രീകൾ. ഇത് ചെയ്യുന്നതിന് ഒരു വ്യക്തി സാധാരണയായി നമ്മളുടെ സ്വകാര്യ മേഖലയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത് കൂടുതൽ അടുപ്പമുള്ളതുകൊണ്ടാവാം. ഇത് വേഗത്തിൽ ചെയ്താൽ വ്യക്തികളുടെ ഉദ്ദേശ്യം മിക്കവാറും നിങ്ങളുടെ രൂപം ശരിയാക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ വ്യക്തി നിങ്ങളുടെ അമ്മയോ അധ്യാപികയോ അല്ലെങ്കിൽ സമാനമായ ഒരാൾ. എന്നിരുന്നാലും വ്യക്തി നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അവരത് സാവധാനത്തിലോ നേത്രസമ്പർക്കം നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങളോട് കൂടുതൽ അടുക്കാനും നിങ്ങളെ സ്പർശിക്കാനും ആഗ്രഹിച്ചിരിക്കാനാണ് സാധ്യത. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊരു പോസിറ്റീവ് അടയാളമാണ്. ഫ്രെയിമിംഗ് മുഖം. ഫ്രെയിമിംഗ് ഫേസ് എന്നത് ഒരു വ്യക്തി കൈകൾ മുഖത്ത് വയ്ക്കുന്ന ഒരു ആംഗ്യമാണ്. സാധാരണയായി രണ്ട് കൈകളും താടിയെ പിന്തുണയ്ക്കുന്നു. സൈക്കോളജിയിൽ ഈ ആംഗ്യത്തിൻ്റെ രണ്ട് വിശദീകരണങ്ങൾ കാണാം. കുട്ടികൾ എങ്ങനെയാണ് ടിവിക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ബോറടിക്കുന്നത് പോലെയല്ല, അവർ ശരിക്കും തളർന്നിരിക്കാം.
പക്ഷേ അവർ ഇപ്പോഴും കാണുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്താൻ ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീറ്റിംഗിൽ സമാനമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ വ്യക്തി ക്ഷീണിതനായിരിക്കാം, പക്ഷേ അവർ ഇപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു പീഠത്തിൽ വെക്കുന്നത് പോലെ ചടുലമായ രീതിയിൽ മുഖം തുറന്നു കാട്ടുന്നതിനുള്ള ഒരു മാർഗമാണിത്. ഡേറ്റിംഗിൽ ഇത് കൂടുതലായി സ്ത്രീകളും സ്വവർഗാനുരാഗികളായ പുരുഷന്മാരുമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും അവർ ഈ ആംഗ്യം കാണിക്കുകയാണെങ്കിൽ ഒരു ഡേറ്റിംഗിൽ നിങ്ങൾക്ക് അതൊരു നല്ല അടയാളമാണ്. തലവിഭാഗത്തിൽ ഞങ്ങൾ വിവരിച്ച കൈകൊണ്ട് തലയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഇതിനെ എങ്ങനെ വേർതിരിക്കാം? മുഴുവൻ ശരീരഭാഷയും പോലെ ക്ലസ്റ്ററുകളും സന്ദർഭവും നോക്കി. പ്രധാന വ്യത്യാസം കാഴ്ചയാണ്. വ്യക്തിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതലും നിങ്ങളെ നോക്കും. ആ വ്യക്തിക്ക് ബോറടിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകൾ മുറിയിലോ ഫോണിലോ ചുറ്റി സഞ്ചരിക്കും. ഡേറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വ്യക്തി എത്രമാത്രം ഇടപഴകുന്നു. പുഞ്ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക തുടങ്ങിയവ ചെയ്യുകയാണെങ്കിൽ. മുഖത്തിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യത്തിൽ സാധാരണയായി 2 കൈകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവ താടിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ചുണ്ടുകളിലേക്ക് ഇടയ്ക്കിടെ നോക്കുന്നു. പെരുമാറ്റം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിരീക്ഷിക്കുമ്പോൾ അവർ നിങ്ങളെ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ മികച്ച സൂചകമാണിത്. ഈ സാഹചര്യം സങ്കല്പിക്കുക. നിങ്ങളൊരു ഡേറ്റിംഗിൽ പോകുന്നു. അത് നന്നായി പോകുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും ദീർഘനേരം നേത്രസമ്പർക്കം നിലനിർത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് ഇടയ്ക്കിടെ നോക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റ് അടുപ്പമുള്ള സാഹചര്യങ്ങളിൽ ഇത് സമാനമായി പ്രവർത്തിക്കുന്നു. മറ്റൊരു സാധാരണ ഉദാഹരണം നിങ്ങൾ ഒരു യാത്രയ്ക്കായി ആരെയെങ്കിലും ആലിംഗനം ചെയ്യുമ്പോഴാണ്. ആലിംഗനത്തിന് ശേഷവും നിങ്ങൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ, പരസ്പരം കണ്ണുകളിലേക്കും പിന്നീട് നിങ്ങളുടെ ചുണ്ടുകളിലേക്കും നോക്കുകയാണെങ്കിൽ, അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. ചുണ്ട് കടിക്കുന്നു. ഇന്ദ്രിയാനുഭൂതിയോടെ ചുണ്ടുകൾ കടിക്കുന്നതാണ് ഏറ്റവും പ്രതീകാത്മകമായ പെരുമാറ്റം. ഇത് ലൈംഗിക ഉത്തേജനത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളെ നേരിട്ട് നോക്കുമ്പോൾ ഒരു സുഹൃത്ത് ഇത് ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങൾ രണ്ടുപേരും തനിച്ചാണെങ്കിൽ, അത് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു നല്ല സൂചനയാണ്. ഇത് ശാന്തമായ സൂക്ഷ്മമായ അടയാളമാണെങ്കിലും എളുപ്പത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ചുണ്ടുകൾ മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനാൽ ശരീരഭാഷയിൽ പതിവ് പോലെ നമ്മൾ നിഗമനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് അടയാളങ്ങൾക്കായി ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ലൈംഗിക ഉത്തേജനം ആരോടെങ്കിലും പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒരാളുടെ ശരീരത്തിലേക്കും പിന്നീട് അവരുടെ കണ്ണുകളിലേക്കും സാവധാനം നോക്കുമ്പോൾ നിങ്ങളുടെ താഴ്ന്ന ചുണ്ട് കടിക്കാൻ ശ്രമിക്കാം. അവർ നോക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വ്യക്തമാവും. ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ചുണ്ടുകൾ കടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി വിശദീകരണമൊന്നുമില്ല. പല സ്ത്രീകളും പറയുന്നത് തങ്ങൾ സ്വയം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനാലോ ലൈംഗിക വേളയിൽ വളരെ ഉത്തേജനം ഉള്ളതിനാലോ ക്ലൈമാക്സിനോട് വളരെ അടുത്തതിനാലോ ആണ്. അസാധാരണമായി കൂടുതൽ ചിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നതോ ആകർഷിക്കപ്പെടുന്നതോ ആയ ഒരു വ്യക്തിയുടെ തമാശകളിൽ നിന്ന് നമ്മൾ കൂടുതൽ ചിരിക്കുന്നത് സ്വാഭാവികമാണ്. പെൺകുട്ടികൾക്ക് ഇത് പ്രത്യേകിച്ചും സത്യമാണ്.
കാരണം അവർ പുരുഷന്മാരിലെ നർമ്മബോധത്തിന് അവരെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതിനാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു പെൺകുട്ടി അസാധാരണമാം വിധം ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അവൾ ആ സമയത്ത് ഒരു വിഡ്ഢി മൂഡിൽ മാത്രമാണോ, പൊതുവെ കൂടുതൽ ചിരിക്കുന്നതാണോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ചിരിക്കുന്നു. പറയേണ്ടതില്ലല്ലോ, അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽമുട്ടിലോ കൈയിലോ തൊടാൻ ശ്രമിച്ചേക്കാം. പലപ്പോഴും ഒരു പുരുഷൻ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് നല്ല നർമ്മബോധം ഉണ്ടെന്ന് അവൻ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അവൾ അവൻ്റെ തമാശകളിൽ നിന്ന് ചിരിക്കുന്നു എന്നാണ്. അവൾ തമാശക്കാരിയായിരിക്കണമെന്നില്ല. 2006 ഈ ബ്രെസ്ലർ മാർട്ടിൻ നടത്തിയ ഒരു പഠനത്തിനൊപ്പം ഇത് പോകുന്നു. നർമ്മത്തിൻ്റെ നിർമ്മാണത്തിനും വിലമതിപ്പിനും ലൈംഗികമായി തിരഞ്ഞെടുത്ത സ്വഭാവങ്ങളുണ്ട്. സ്വന്തം നർമ്മത്തോടുള്ള പങ്കാളികളുടെ സ്വീകാര്യതയെ ഉയർന്ന സമാനതലത്തിൽ പുരുഷന്മാരും സ്ത്രീകളും വിലമതിക്കുന്നു എന്ന് പഠനം കാണിച്ചു. എന്നിരുന്നാലും പങ്കാളികളുടെ നർമ്മം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാർ നിസ്സംഗരായിരുന്നു. അതേസമയം സ്ത്രീകളും ഇതിനെ ഉയർന്ന തലത്തിൽ വിലമതിക്കുന്നു. കൈത്തണ്ട കാണിക്കുന്നു. കൈത്തണ്ട മനുഷ്യ ശരീരത്തിലെ ഇന്ദ്രിയപരമായ ദുർബലമായ ഒരു ഭാഗമാണ്. പല സ്ത്രീകളും സ്വവർഗാനുരാഗികളായ പുരുഷന്മാരും അവരുടെ കൈത്തണ്ടയുടെ അടിവശം തുറന്നു കാട്ടാറുണ്ട്. ഏറ്റവും വ്യക്തമായ ഉദാഹരണം, നിങ്ങളുടെ മുന്നിൽ ഒരു സ്ത്രീ അവളുടെ തലയിൽ കൈകൾ വെച്ച് കിടക്കയിൽ കിടക്കുന്നതാണ്. അകത്തെ കൈത്തണ്ടകൾ തുറന്നു കാട്ടപ്പെടുന്നു. കൂടാതെ മുഴുവൻ ഭാവവും സ്ത്രീലിംഗവും വിധേയത്വവുമാണ്. എന്നാൽ സാധാരണയായി ഒരു സ്ത്രീ നീളം കൈയുള്ള ഷർട്ട് മുകളിലേക്ക് വലിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അവളുടെ ബ്രേസ്ലെറ്റിനൊപ്പം അല്ലെങ്കിൽ മറ്റ് സമാനമായ കൈത്തണ്ട പെരുമാറ്റങ്ങളുമായി തൊടാൻ നിങ്ങളെ അനുവദിക്കുന്നത് അത് സാധാരണയായി നിങ്ങൾക്ക് ഒരു നല്ല സൂചനയാണ്. ആളുകൾ കൈകൾ ധാരാളം ഉപയോഗിക്കുന്നു. അതിനാൽ കൈത്തണ്ട എക്സ്പോഷർ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ലിം റിസ്റ്റ് എന്നത് മറ്റൊരു പ്രശസ്തമായ വിധേയത്വ ആംഗ്യമാണ്. പ്രധാനമായും സ്ത്രീകളും സ്വവർഗാനുരാഗികളും ഉപയോഗിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ കൈത്തണ്ട വളച്ച് വായുവിലേക്കോ തലയ്ക്ക് താഴെയോ മന്ദഗതിയിലാക്കുന്നതാണ് ലിം റിസ്റ്റ്. ഒരു പുരുഷൻ പെൺകുട്ടികളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ തമാശകളിലും രേഖാചിത്രങ്ങളിലും തളർന്ന കൈത്തണ്ട ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. കറക്കുന്ന മുടി. മുടിയിൽ കളിക്കുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ്. സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകാം. അത് തീവ്രമോ ചലനാത്മകമോ ആണെങ്കിൽ, ഉദാഹരണത്തിന് മുടി വലിക്കുക. തുടർന്ന് ഇത് സാധാരണയായി തലവിഭാഗത്തിൽ മുടി വലിക്കുന്ന ആംഗ്യത്തിൽ ചർച്ച ചെയ്യുന്നത് പോലെ സമ്മർദ്ദത്തിൻ്റെ അടയാളമാണ്. ഒരു പുസ്തകം വായിക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ ഇത് ചെയ്താൽ സാധാരണയായി ശാന്തവും നല്ല മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അവസാനമായി, ഒരു സ്ത്രീ നിങ്ങളെ മനോഹരമായി നോക്കുകയും അവളുടെ മുടിയിൽ തലോടുകയോ വിരലുകളിൽ ചുരുട്ടുകയോ ചെയ്യുന്നതുപോലെ അവൾ കളിക്കുകയാണെങ്കിൽ അത് സാധാരണയായി അവളുടെ സൗഹൃദ രീതിയാണ്. ഇതിനർത്ഥം അവൾക്ക് താൽപ്പര്യമുണ്ടെന്നും ഇഷ്ടം തോന്നുന്നുവെന്നുമാണ്. ഡേറ്റിംഗിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ ഫ്ലേട്ടിംഗ് രീതികളിലൊന്നാണിത്. ഇത് സാധാരണയായി കഴുത്തിൽ സ്പർശിക്കുക, കൈത്തണ്ട കാണിക്കുക, അല്ലെങ്കിൽ പൊതുവെ മുഖത്തേക്ക് ശ്രദ്ധ ആകർഷിക്കുക. ഈ സന്ദർഭത്തിൽ പോസിറ്റീവ് ഫ്ലേട്ടിംഗ് ആംഗ്യങ്ങളാണ്. മിററിംഗ്. ഒരു വ്യക്തി അബോധാവസ്ഥയിൽ മറ്റൊരാളുടെ ആംഗ്യമോ സംസാര രീതിയോ മനോഭാവമോ അനുകരിക്കുന്ന സ്വഭാവമാണ് മിററിംഗ്. ഒരേ നിലപാടെടുക്കുക. മേശപ്പുറത്ത് ഒരേ രീതിയിൽ കൈകൾ വയ്ക്കുക.
പൊരുത്തപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവ. വോയിസ് ടോൺ, പുഞ്ചിരിയുടെ പരസ്പരമുള്ള ലെവൽ, മറ്റ് സൂക്ഷ്മമായ സമാനതകൾ. മിററിംഗ് സംഭാഷണത്തിലോ മാനസികാവസ്ഥയിലോ സ്വഭാവത്തിലോ ഉള്ള യോജിപ്പിനെ സൂചിപ്പിക്കുന്നു. അത് നല്ലതോ ചീത്തയോ ആയ സന്ദർഭങ്ങളിലാകാം. കാരണം മിററിംഗ് എന്നത് കണക്ഷൻ സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പൊതു സ്വഭാവമാണ്. മറ്റൊരാൾ തങ്ങളുമായി കൂടുതൽ സാമ്യമുള്ളവനാണെന്നും അങ്ങനെ ഒരു സുഹൃത്താകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും ബോധ മനസ്സോടെ വിശ്വസിക്കാൻ മറ്റൊരു വ്യക്തി അവരെ പ്രേരിപ്പിച്ചേക്കാം. എന്നതിനാൽ സമാനമായ പ്രവർത്തനങ്ങൾ, മനോഭാവങ്ങൾ, സംസാര രീതികൾ എന്നിവ പ്രകടിപ്പിക്കുന്നത് പോലെയുള്ള ബന്ധം സ്ഥാപിക്കാൻ മിററിംഗ് നമ്മെ സഹായിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ചായുകയും താമസിയാതെ അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളോട് താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഒരു നല്ല അടയാളമാണ്. നിങ്ങൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാൻ മിററിംഗ് ബോധപൂർവം ഉപയോഗിക്കാം. ഒരു ഡേറ്റിംഗ് സമയത്ത്. എന്നിരുന്നാലും നിർവചനം അനുസരിച്ച് മിററിംഗ് ചെയ്യുന്നത് ബോധപൂർവമായ അനുകരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണയായി ആളുകൾ മറ്റുള്ളവരെ ബോധപൂർവം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വ്യാജമായി തോന്നും. അതിനാൽ മനഃപൂർവം ചെയ്യരുതെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ കുറഞ്ഞത് ശ്രദ്ധാലുവായിരിക്കുക. ആലിംഗനം. ആലിംഗനം എന്നത് സാമീപ്യം, നല്ല വികാരങ്ങൾ, അഭിവാദ്യം അല്ലെങ്കിൽ സഹകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു സാർവത്രിക ആംഗ്യമാണ്. എന്നിരുന്നാലും ആളുകൾ പരസ്പരം ആലിംഗനം ചെയ്യുന്ന വിധത്തിൽ നിരവധി സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ആന്തരിക ചിന്തകളെയും വികാരങ്ങളെയും സൂചിപ്പിക്കാം. ഒരു സാധാരണ വ്യതിയാനം പുറകിൽ കൈകൊണ്ട് തട്ടുന്നതിനൊപ്പം ആലിംഗനം ചെയ്യുന്നതാണ്. പലപ്പോഴും ചിലർ ടാപ്പിംഗ് മാത്രം ചെയ്യാറുണ്ട്. കാരണം അവർ ആ മറ്റൊരാളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പലപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനാലാകാം. ദൂരെയുള്ള കുടുംബാംഗങ്ങളെ കെട്ടിപ്പിടിക്കുകയോ ആൺകുട്ടികൾ മറ്റ് ആൺകുട്ടികളെ കെട്ടിപ്പിടിക്കുന്നതിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയോ ചെയ്യുന്നത് പോലെ. ആലിംഗനത്തിൻ്റെ മറ്റൊരു വശം അതിൻ്റെ ദൈർഘ്യമാണ്. സാധാരണയായി ആലിംഗനം ദൈർഘ്യമേറിയതാണ്. ബന്ധം പ്രണയിക്കുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും ഇത് വ്യക്തമാകുമെങ്കിലും ഒരു ഡേറ്റിംഗിന് ശേഷം സുഹൃത്തുക്കൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ നല്ല സൂചകമാണിത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ വിട പറയാൻ എത്ര നേരം കെട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. മറ്റു ആളുകളുമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം പരസ്പരം ആലിംഗനം ചെയ്യുന്ന രണ്ട് ആളുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ കൂടുതൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ഡേറ്റിന് ശേഷമുള്ള ആലിംഗനത്തിൻ്റെ ദൈർഘ്യം സാധാരണയായി ഡേറ്റിംഗ് ശരിയായി നടന്നോ ഇല്ലയോ എന്നതിന് വളരെ നല്ല സൂചകമായി മാറുന്നു. പ്രണയത്തിൻ്റെ ശരീരഭാഷയാണ് ഇവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.